നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ 12ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്ത്യൻ സിനിമ കണ്ട മികച്ച 10 നടന്മാരെ എടുത്താൽ അതിൽ തീർച്ചയായും ഉൾപ്പെടുത്താവുന്ന ഒരു നടനാണ് ഭരത് ഗോപി. അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1936 നവംബർ 8 ചിറയൻകീഴിലാണ് ജനനം. നാടകത്തിലൂടെ തുടക്കം, നാടകാഭിനയം, സംവിധാനം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1972 സ്വയംവരത്തിലൂടെ തുടക്കം. 1975 അടൂരിൻ്റെ കൊടിയേറ്റം, ആ ചിത്രത്തിലെ അഭിനയത്തിന് ഭരത് അവാർഡ് ലഭിച്ചു. 1978, 82, 83, 85 വർഷങ്ങളിൽ സംസ്ഥാന അവാർഡ്. ചില ഹിന്ദി ചിത്രങ്ങളിലും അഭിനയിച്ചു. 2008 ജനുവരി 29 മരണം. അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ആകെ 2 തവണയേ കണ്ടിട്ടുള്ളൂ. ആദ്യ തവണ കാണുന്നത് പഴയ വിജയ് ഹാളിൽ നടന്നൊരു ഫംഗ്ഷനിൽ പ്രസംഗമെല്ലാം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ വാതിൽക്കൽ ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. വളരെ ഗൗരവതരമായ ഒരു ചിന്തയോടെ ചെറിയൊരു പുഞ്ചിരി വരുത്തി ഒന്ന് ചിരിച്ചു. അതിനുശേഷം ഒരു ഫോട്ടോ എടുക്കണം എന്ന് തോന്നി മുന്നോട്ട് നീങ്ങിയെങ്കിലും ഫോട്ടോഗ്രാഫറെ അപ്പോൾ ആ സമയത്ത് കണ്ടെത്താനായില്ല. അദ്ദേഹം കാറിൽ കയറി പോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒത്തിരി ചിത്രങ്ങൾ പുറത്തിറങ്ങി. അതിൽ ഓരോ ചിത്രങ്ങളിലെയും യവനികയിലും ഓരോ ചിത്രങ്ങളിലെയും മികവ് വലുതാണെങ്കിലും അദ്ദേഹം അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും മികവുറ്റതാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് സ്വന്തമായി തോന്നിയ ഒന്ന് പഞ്ചവടിപ്പാലത്തിലെ ആ ക്യാരക്ടർ റോളാണ്. ഇത്രയും നർമ്മത്തോടെയും ഇത്രയും ഗൗരവത്തോടെയും ആ ചിത്രത്തിൽ അഭിനയിച്ച ആ വലിയ നടൻ, മഹാനായ നടൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും പെടുത്താം തീർച്ചയായും. KG ജോർജ് സംവിധാനം ചെയ്ത ആ ചിത്രത്തിലെ അതിഭാവുകത്വമില്ലാത്ത ആ അഭിനയം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചലനങ്ങൾ ചെറുതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾക്ക് മുന്നിൽ മറ്റ് നടന്മാർ ചെറുതായി പോകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു സൂര്യ തേജസ് ഭൂമിയിൽ വന്നിറങ്ങിയ പോലെയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖബാധിതനായി വീട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന അവസരത്തിലാണ് പേപ്പറിൽ കേരളൗമുദിയാണെന്നാണ് എൻ്റെ ഓർമ്മ. കേരളൗമുദിയോ മാതൃഭൂമിയോ മനോരമയോ ഇതിൽ മൂന്നിൽ ഏതോ ഒരു പത്രത്തിൽ ശ്രീ ഗോപിയുടെ ചിത്രവും കൊടുത്ത് അദ്ദേഹം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ചികിത്സയ്ക്കുമൊക്കെ ഒരുപാട് കാശ് ചിലവാക്കേണ്ടി വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ
എം ജി രാമചന്ദ്രനോ അങ്ങനെ വളരെ പ്രശസ്തരായവരൊക്കെ അദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് പത്രവാർത്തകൾ ഞാൻ കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കാര്യത്തിലേക്ക് കടക്കട്ടെ. അങ്ങനെ വിശ്രുതനായ പ്രഗത്ഭനായ നടന്മാരിൽ നടൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ വലിയ വ്യക്തിത്വത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റുമായി മരുന്ന് വാങ്ങാൻ പോലും പ്രയാസത്തിലാണ് എന്ന രീതിയിലാണ് ആ റിപ്പോർട്ട് ഞാൻ വായിച്ചത്. 1986 86 87 ആ കാലഘട്ടമാണ്, 85 86 ആ കാലഘട്ടമാണെന്നാണ് ഓർമ്മ. എൻ്റെ ആദ്യ കവിതാ സമാഹാരമായ അപ്പുവേട്ടനോട് എന്ന പുസ്തകം 50 കവിതകളടങ്ങിയ ആ കവിതാ സമാഹാരം അന്ന് വെറും 10 രൂപയാണ് അതിൻ്റെ വില. അതിൽ ആമുഖം എഴുതിയിട്ടുള്ളത് ജ്ഞാനപീഠ ജേതാവായ ശ്രീ തകഴി ശിവശങ്കരപ്പിള്ളയും പിന്നെ ഡോക്ടർ പി വി വേലായുധൻ പിള്ളയും ശ്രീ പെരുമ്പടവും ശ്രീധരനുമൊക്കെയാണ്. അപ്പോൾ ഈ വലിയ നടൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കിയ ഞാൻ അന്ന് ജോലിയും തൊഴിലൊന്നുമില്ല, കഥയും കവിതയും പബ്ലിക് ലൈബ്രറിയുമായി കഴിയുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ ഈ കവിതാ സമാഹാരത്തിൻ്റെ ഓരോ കോപ്പികളും പലരോടും പറഞ്ഞും അവരെ വിഷമിപ്പിച്ചും യാചിച്ചും എന്ന് വേണ്ട ഏതൊക്കെ രീതിയിൽ ഒരാളിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരാളിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് 100ഓളം പുസ്തകങ്ങൾ 10 രൂപ വെച്ച് വിറ്റ് ഒരാൾ 10 രൂപ തരാൻ മടിച്ചിട്ട് ദേഷ്യത്തിൽ എൻ്റെ പുസ്തകം ഞാൻ കാണെ തന്നെ കടയിലേക്ക് വലിച്ചെറിഞ്ഞത് അതൊരു പോറലായി ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. അങ്ങനെയൊക്കെ എന്നെ കാണുമ്പോൾ ഓടുന്ന സുഹൃത്തുക്കളുണ്ട്. കാരണം പുസ്തകം അടിച്ചേൽപ്പിക്കാനാണ് എന്ന് ചിന്തിച്ചിട്ടാണ്. അന്ന് ആ 10 രൂപയ്ക്ക് അത്രമാത്രം മൂല്യമുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഒരു വിധത്തിൽ വെക്കും. അപ്പോൾ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി 100ഓളം പുസ്തകങ്ങൾ വിറ്റ് കിട്ടിയ ആ തുകയുമായി കരമനയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുകയാണ്. ഒരു പ്രഭാതത്തിൽ ഒരു 10 മണിയോട് അടുപ്പിച്ച് കാണും. അപ്പോൾ എൻ്റെ മനസ്സിലെ സങ്കല്പം വളരെ ചെറിയ രീതിയിലുള്ളൊരു വീടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇത്രയും കഴിവുള്ളൊരു നടൻ്റെ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ദുഃഖിച്ച് ഉറക്കം കളഞ്ഞ ദിവസങ്ങളുണ്ട്. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടി എൻ്റെ പുസ്തകങ്ങൾ വിറ്റ് കിട്ടിയ ആ ചെറിയ തുകയുമായി ഞാൻ കരമനിലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തോട്ട് ചെല്ലുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയാണ്. അദ്ദേഹം അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ നടക്കുന്നു. ഒരു നീല നിറമുള്ളൊരു ഷർട്ടും ഒരു കൈലിയും ഒരു ലുങ്കി ഉടുത്ത് അകത്തിങ്ങനെ നടക്കുന്നു. അപ്പോൾ ഞാൻ ചെന്ന് ഡോറിൽ തട്ടിയിട്ട് അദ്ദേഹത്തോട് ഗോപിയേട്ടനെ കാണാനായിട്ടാണ് ഞാൻ വന്നത്. അകത്ത് നിന്ന് നടക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. അകത്ത് നിന്നും ചോദിച്ചു, എന്താ? ഞാൻ ചേട്ടനൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. എനിക്ക് ഗിഫ്റ്റൊന്നും വേണ്ട, കണ്ടില്ലേ, എങ്കിൽ പോകൂ. അത് എൻ്റെ മനസ്സിലുണ്ടാക്കിയ വേദന പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ അവിടെ തന്നെ നിന്നു, ആ വാതിൽക്ക് തന്നെ നിന്നു. എനിക്ക് എത്രയോ ദിവസങ്ങൾ എത്രയോ പേരുടെ വാക്കുകൾ കേട്ട്
എത്രയോ പേരുടെ കളിയാക്കലുകൾ കേട്ട് അത്രമാത്രം ബുദ്ധിമുട്ടി തമ്പാനൂരിൽ നിന്നും കരമന വരെ നടന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പൂമുഖ പടിക്കൽ ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ നിൽക്കുന്നത്, പൊയ്ക്കൂടെ? വീണ്ടും അതേ ഗൗരവഭാവം. ഞാൻ ചേട്ടനെ കാണാനാണ് വന്നത്, ഒരു ഗിഫ്റ്റ് തരാൻ. നീ ഗിഫ്റ്റൊന്നും വേണ്ട, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ 1-2 മിനിറ്റ് അവിടെ അങ്ങനെ നിന്നു. ഭരത് അവാർഡ് നേടിയ ഒരു വലിയ നടൻ, അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, അദ്ദേഹത്തെ ഒരിക്കലും ചെറുതായി പറഞ്ഞതുമല്ല. മനുഷ്യ മനസ്സ് അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ചിലപ്പോൾ ശാന്തമാകും, ചിലപ്പോൾ ഉരുണ്ടും നീങ്ങി മുന്നോട്ട് പോകും. ഒരു അഗ്നിഗോളം കണക്ക് മനുഷ്യ മനസ്സങ്ങനെയാണ്. എപ്പോഴും നല്ല രീതിയിൽ എല്ലാവരോടും പ്രതികരിക്കാൻ കഴിയും എന്ന് ഒരിക്കലും പറയാവതല്ല. പക്ഷെ ആ നിൽപ്പ് ഒരു 4-5 മിനിറ്റ് നിന്നപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ സജലങ്ങളായി. കണ്ണിൽ നിന്നും 1-2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു ആ പടിവാതിൽക്കൽ. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണോ ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ചത്? ഒന്ന് കയറി ഇരിക്കൂ എന്ന് പോലും അദ്ദേഹത്തിന് പറയാൻ തോന്നിയില്ലല്ലോ. ഞാൻ ആരോ ആവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗോപിയേട്ട, ഒന്ന് ഞാൻ ജസ്റ്റ് വന്ന് കണ്ട് ചേട്ടനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് തന്നിട്ട് പോകാനായിട്ടാണ് വന്നത് എന്ന് 3ാമത്തെ ആവർത്തി പറഞ്ഞപ്പോഴും പറഞ്ഞു, ഹേയ്, നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടുന്ന് പോകാൻ? അത് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മനസ്സിൻ്റെ ദുഃഖമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കാം. ആ വീട്ടിൽ മറ്റാൾക്കാരും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഒരു 10-10:30 മണി സമയമാണ്. ഇത്രയും ആയപ്പോൾ വളരെ വിങ്ങി, മനുഷ്യ മനസ്സല്ലേ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, ഞാൻ മറ്റൊരാവശ്യത്തിനും വേണ്ടി വന്നതല്ല, ഗോപിയെ ഒന്ന് കണ്ട് സംസാരിച്ചൊരു ചെറിയൊരു ഗിഫ്റ്റ് തരണം എന്ന് മനസ്സിൽ തോന്നി അങ്ങനെ വന്നതാണ്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യസാധ്യങ്ങളൊന്നുമില്ല, എനിക്കൊരു ആവശ്യങ്ങളുമില്ല. ഞാൻ പോകുന്നു. ഈ ഒരു അനുഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല എന്ന് പറഞ്ഞിട്ട് നടക്കാനായിട്ട് ഭാവിച്ചപ്പോൾ എന്നെ ഒന്ന് തുറച്ചു നോക്കി. എന്നിട്ട് പതുക്കെ മുന്നോട്ട് നടന്നു വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തകൾ, ഒരു കലാകാരനായാലും ഒരു സാധാരണക്കാരനായിരുന്നാലും ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു പ്രളയബാധിത പ്രദേശം പോലെയാണ്. ശാന്തമാകാം, ശാന്തത ഇല്ലാതാകാം. പക്ഷേ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോട് ഒരു വെറുപ്പും തോന്നിയില്ല. ഞാൻ പതുക്കെ വലിയ ഗേറ്റാണ്, വാതിൽക്കലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം പതുക്കെ നടന്നു വന്ന് ആ വാതിൽക്കൽ ചാരി നിന്ന് എന്നെ ഇങ്ങനെ നോക്കി. പക്ഷേ ഞാൻ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി 1 മിനിറ്റ് അങ്ങനെ നിന്നു. പക്ഷെ ഞാൻ അടുത്തോട്ട് ചെന്നില്ല. കയ്യിൽ കരുതിയ ആ കാശ് കൊടുത്തുമില്ല. ഞാൻ 3 ആവർത്തി അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അപ്പോഴും ഞാനിങ്ങനെ വാതിൽ തുറന്ന് പുറത്തോട്ട് പോകാൻ സമയത്ത് നോക്കിയപ്പോഴും അദ്ദേഹം അവിടെ നിന്ന് എന്നെ ഇങ്ങനെ നോക്കി. ചിരിച്ചോ ചിരിച്ചില്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഫ്രണ്ടിലോട്ട് വന്നത്. ക്ഷമിക്കണം ചേട്ടാ, ഞാൻ പോകുന്നു, ക്ഷമിക്കുമല്ലോ എന്ന് പറഞ്ഞ് കതക് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കതക് ഞാൻ വലിച്ചടച്ച് ഞാൻ അവിടെ നിന്ന് നടന്നു. ഒരടി നടക്കാൻ കഴിയുന്നില്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. കാരണം അത്ര വേദനയായിപ്പോയി ആ ഒരു അനുഭവം.
അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കാനോ അദ്ദേഹത്തെ മോശക്കാനായി കാണിക്കാനോ അല്ല. അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ മാനസിക നിലയിൽ അദ്ദേഹത്തിന് എന്നെ കണ്ട് സംസാരിക്കാൻ കഴിയാത്തതായിരിക്കാം. ആ വലിയ നടൻ പഞ്ചവടിപ്പാലത്തിലെ ആ അഭിനയ മികവ്, പാഥേയത്തിലെ അഭിനയ മികവ്, അങ്ങനെ എത്ര ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ഒരിക്കലും മായില്ല. അന്നത്തെ ആവേശത്തിൽ ഞാൻ വീട്ടിൽ വന്ന ശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ശ്രീ അടൂരിനും ശ്രീ ഭരത് ഗോപിക്കും ഓരോ കത്തുകൾ അയച്ചു. രക്തത്തിളപ്പിൻ്റെ മേലാപ്പ് ചാർത്തിയ അന്നത്തെ ജീവിതത്തിൽ ഞാൻ എഴുതി, ഇത്രയും അഹന്ത, ഇത്രയും കാരുണ്യമില്ലാത്ത പെരുമാറ്റം ഒരിക്കലും പാടില്ല ഗോപിയേട്ടാ. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എൻ്റെ പുസ്തകങ്ങൾ ഞാൻ കൊണ്ടു നടന്ന് വിറ്റ് 10,500 രൂപ ഒരു കവറിലിട്ട് ചേട്ടനെ നേരിൽ കണ്ട് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ വന്ന് 3 പ്രാവശ്യം കണ്ടപ്പോഴും കണ്ടില്ലേ പിക്കൂടെ എന്നുള്ള ആ ദേഷ്യഭാവം അബ്രവാളികളിൽ പതിഞ്ഞ പോലെ എനിക്ക് തോന്നി. ഒരു വെറുപ്പും ഒരു വിദ്വേഷവും എനിക്ക് ഗോപിയേട്ടനോട് തോന്നിയില്ല. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ പ്രകമ്പനം കൊണ്ട തോന്നലുകൾ പഞ്ചവടിപ്പാലത്തിലെ ആ അഭിനയ മുഹൂർത്തമാണ്. അതുപോലെ ഒരു അഭിനയം കാഴ്ചവെക്കാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കരിമ്പിൻ പൂവിനക്കരെ മറ്റാണെന്ന് തോന്നുന്നു. ഒരുപാട് ചിത്രങ്ങൾ, അതിലും പല നടന്മാരെക്കാട്ടിലും മികച്ചു നിന്നത് ശ്രീ ഗോപിയുടെ പ്രകടനമായിരുന്നു. ഏത് റോളും അത് ഉൾക്കൊള്ളാനും തന്മയത്വത്തോടെ അവതരിപ്പിക്കാനും കഴിവുള്ളൊരു വലിയ നടൻ, സംവിധായകൻ, എഴുത്തുകാരൻ, എല്ലാ മേഖലകളിലും കൈവച്ച ഒരു വലിയ പ്രതിഭ. അദ്ദേഹം മോഹൻലാലിനെ വെച്ച അഭിനയിപ്പിച്ച ആ ചിത്രത്തിൽ പുലരിപ്പൂ എന്നുള്ളൊരു പാട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് കണ്ടാലറിയാം ഒരു കലാകാരൻ്റെ പ്രകടനം, ഒരു കലാകാരൻ്റെ കഴിവ് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ രീതികളും ഞാൻ ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തെ ഇകഴ്ത്തി പറഞ്ഞതല്ല, മറിച്ച് ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം. പക്ഷെ അപ്പോഴും ഞാൻ അദ്ദേഹത്തെ വെറുക്കുകയോ അദ്ദേഹത്തെ മോശമായി കാണുകയോ ചെയ്തില്ല. പുലരിപ്പൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിന്തു പ്രപഞ്ചം എന്ന് തുടങ്ങുന്ന ആ ഗാനം അദ്ദേഹം വിഷ്വലൈസ് ചെയ്തതെല്ലാം മനസ്സിൽ ഓടിയെത്തി. ഒരു അപാര ജനുസ്, കലാകാരന്മാരിൽ കലാകാരൻ എന്ന് പറയാൻ കഴിവുള്ള ഒരു വലിയ വ്യക്തിത്വം. സംശയമേ വേണ്ട, കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും ഭരത് ഗോപി തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ഓർമ്മകൾ ഞാൻ നിങ്ങളോട് പറയുമ്പോഴും ബഹുമാനമേ ഉള്ളൂ. കടന്നു വന്ന വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും പിന്നോട്ട് പോകുമ്പോഴും മനുഷ്യ നന്മ, മനുഷ്യൻ്റെ ഓർമ്മ എല്ലാം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. എന്താ എന്നുള്ള ആ ഗൗരവമായിട്ടുള്ള ആ മൂളലും ആ വാക്കുകളും നമ്മുടെ മനസ്സിൽ
ഒരു ഭൂകമ്പം ഉണ്ടാകുന്ന അത്ര ഉയർന്ന തലത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. അഭിനയത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ കൊണ്ടെത്തിച്ച ഒരു വലിയ നടൻ, പ്രത്യേകിച്ച് വിശ്വവിഖ്യാതനായ അടൂർ ഗോപാലകൃഷ്ണൻ കൊണ്ടുവന്ന ഒരു നടൻ എന്ന് പറയുമ്പോൾ അതിനെ മേന്മയും ഗുണവും ഏറുന്നു. അതൊട്ടും ആ തെരഞ്ഞെടുപ്പ് അതൊട്ടും മോശമായില്ല എന്ന് വേണം പറയാൻ. കാലം എത്രയോ കഴിഞ്ഞു. മലയാള ചലച്ചിത്ര നഭസിൽ ഒരു പൊൻ താരകമാണ് ശ്രീ ഭരത് ഗോപി. കാലം എത്ര കഴിഞ്ഞു, ഇന്നും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടിരിക്കാൻ നമുക്ക് ഒരു മടിയും തോന്നില്ല. അതായി മാറുകയാണ്. പിന്നീട് ഒരിക്കൽ ഞാൻ കണ്ടത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. അന്ന് എന്തോ ചിന്തിച്ച് റെക്കോർഡിംഗ് തിയേറ്ററിൻ്റെ വശത്തൂടെയുള്ള വഴിയിലൂടെ ലാൻഡ്സ്കേപ്പിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. പിൻഭാഗമാണ് കണ്ടത്. അപ്പോൾ ഞാൻ എല്ലാ തവണ ചിത്രാഞ്ജലി സ്റ്റുഡിയോ പോകുമ്പോഴും ഞാൻ ആ ലാൻഡ്സ്കേപ്പിൽ പോകും. അവിടെ നിന്നാൽ മനോഹരമായ കാഴ്ചയാണ്. വിമാനം താഴ്ന്ന് പറക്കുന്നതും ഭൂമി മലയാളം മുഴുവൻ തെങ്ങുകളെ കൊണ്ട് നിറഞ്ഞതും പച്ചപ്പും അത്ര സൗന്ദര്യമാണ് ആ മലമുകളിൽ നിന്ന് അവിടെ വീക്ഷിക്കുമ്പോൾ. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനും നടന്ന് മുന്നിലോട്ട് പോയി. അപ്പോഴും ഗോപിയേട്ട എന്ന് വിളിച്ചവൻ എന്താ, അതേ സ്വരം, വിജയ് ഹാളിൽ വെച്ച് കണ്ട അതേ ചോദ്യവും അതേ ഇതും. ഞാനൊന്ന് ചിരിച്ചു. ലാൻഡ്സ്കേപ്പായിട്ടായിരിക്കും അല്ലേ? അതെ, അവിടെ ചെന്ന് നിന്നാൽ മനസ്സ് വേറെ തലത്തിലാണ്. ഞാൻ പതുക്കെ നടന്നോളൂ എന്നിട്ട് ഞാൻ സ്പീഡിൽ നടന്നുപോയി. അതാണ് പിന്നീട് ഞാൻ അവസാനമായി അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ജീവിതമെന്ന സുഗന്ധം നമ്മൾ ശ്വസിക്കുമ്പോഴും അവിടെ ഒരു ജമന്തിപ്പൂവോ ഒരു മുല്ലപ്പൂവോ വിടർന്ന് പരിലസിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ. അതുമാതിരിയാണ് ആയിരം നടന്മാർ ഈ ഭൂമിയിൽ ജനിച്ചാലും അത്രത്തോളം റേഞ്ച് അഭിനയത്തിൻ്റെ മുകുരത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് ശ്രീ ഭരത് ഗോപി. വ്യക്തിബന്ധങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്നും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ എനിക്ക്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നറിയില്ല, എനിക്ക് വളരെ ആസ്വാദ്യകരമാണ്. ആ വലിയ കലാകാരൻ്റെ ഓർമ്മകൾക്കും ആ വലിയ കലാകാരനെ ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനും എനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമല്ലോ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. മഹത്തായ അഭിനയ പാടവം മലയാളിക്ക് കാട്ടിത്തന്ന ആ വലിയ കലാകാരന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.